ചരിത്രത്തിൻ്റെ ഗന്ധം ഓരോ ബിന്ദുവിലും ഏറ്റുവാങ്ങുന്ന പ്രദേശമാണ് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് മുതൽ ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറ് വരെ വിശാലമായി കിടക്കുന്ന ഈജിപ്റ്റ് എന്ന രാജ്യം. 2024 കണക്കനുസരിച്ച് 115 മില്യണിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈജിപ്തിൽ എവിടെ തിരിഞ്ഞാലും ചരിത്രം തുടികൊട്ടുകയാണ്. ഏറ്റവും നീളം കൂടിയ നദി നൈൽ നൽകിയ വരദാനമെന്ന രൂപത്തിൽ ആധുനിക ഈജിപ്തിൻ്റെ പ്രൗഢി ഇന്ന് പ്രഭ ചൊരിയുന്നു. ഖുർആനിക അധ്യായങ്ങളിൽ പരാമർശിക്കപ്പെട്ട മൂസാ നബി, ഹാറൂൺ നബി, ഈസാ നബി, അവരുടെയൊക്കെ അനുയായികൾ, പിന്നെ ഫറോവമാരുടെയും അവരുടെ പിരമിഡുകളുടെയും നാട് എന്ന രൂപത്തിലുമുള്ള അത്ഭുത ബന്ധങ്ങൾ, അലക്സാണ്ടറുടെയും ക്ലിയോപാട്രയുടെയും ജൂലിയസ് സീസറുടെയും മാർക്ക് ആൻ്റണിയുടെയും ഗന്ധമുള്ള നാട്, കറുത്ത ഭൂഖണ്ഡത്തിൻ്റെ വെളുത്ത മുഖം പേറി നിൽക്കുന്ന ഈജിപ്തിൽ 8000 വർഷങ്ങൾക്ക് മുമ്പേ, അതായത് BC 6000 ആണ്ടിൽ തന്നെ ജനസഞ്ചയം പാർത്തിരുന്നു എന്നാണ് കണക്കുകൾ. ഫറോവമാരുടെ കണക്ക് നോക്കിയാൽ തന്നെ BC 3500, അതായത് 5500 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന വിധത്തിലുള്ള പിരമിഡുകൾ നിർമ്മിക്കാൻ, അതാലോചിക്കാനുള്ള ശേഷിയിൽ ഇവരുടെ ജനിതക ഘടകങ്ങൾ വളർന്നെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഉദയവും പതനവും പഠനവിധേയമാക്കേണ്ടത് തന്നെയാണ്. ഭരണാനന്തരം ഒരു വിശ്രമ ജീവിതം, മരണാനന്തരം നിത്യശയ്യയിൽ ഇങ്ങനെ ശയിക്കാൻ കെട്ടി ഉയർത്തിയ ഈ സൗധങ്ങൾ, 174 മീറ്ററും 120 മീറ്ററുമൊക്കെയുള്ള പിരമിഡുകൾ, മില്യൺ കണക്കിന് പടുകൂറ്റൻ ബലിഷ്ഠമായ കല്ലിൻ കട്ടകൾ പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്നിട്ട് ഉയർത്തി വച്ചിരിക്കുന്ന ഈ പിരമിഡുകൾ ചരിത്രത്തിൻ്റെ അത്ഭുതം തന്നെയാണ്. ഓരോരുത്തരും മരണമടഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണമില്ലാത്ത രൂപത്തിൽ ശയിക്കാൻ പറ്റിയ കുടീരങ്ങൾ എന്ന രൂപത്തിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കെട്ടി ഉയർത്തിയതാണ് ഈ സൗധങ്ങളെന്ന് മനസ്സിലാക്കണം. ഇന്ന് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന പ്രദേശമായി ഗിസ പിരമിഡുകളുടെ ചുറ്റുവട്ടം മാറുകയാണ്. ഖുർആനിലെ സൂറത്ത് ഖസസ്, സൂറത്തുൽ അറാഫ് തുടങ്ങിയ അധ്യായങ്ങളിലൂടെ ഫറോവമാരുടെ ജീവിതചരിത്രം നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുകയാണ്. ഈ പിരമിഡുകൾക്കുള്ളിൽ ഇപ്പോൾ ഒരു മൃതദേഹങ്ങളുമില്ലെങ്കിലും മമ്മിഫൈ ചെയ്യപ്പെട്ട ഇവരുടെ ബോഡികൾ കാണാൻ ഇപ്പോഴും കൈറോയിലെ മ്യൂസിയത്തിലേക്ക് ആളുകൾ എത്തുകയാണ്. ചരിത്രം തുടിക്കുന്ന ഈജിപ്തിനെക്കുറിച്ച് 1000 കഥകൾ ഇങ്ങനെ പറയാനുണ്ട്. വരും ദിവസങ്ങളിലും മക്കയിലേക്കുള്ള പാത ഓരോ വിശേഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്.